ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രണ്ടാം ശനിയാഴ്ച. അപ്പോൾ എന്തു ചെയ്യണം? ഒരു ചെറിയ യാത്ര പോവാമെന്ന് തോന്നി. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ കയറി നേരെ തമ്പാനൂർ ബസ് സ്റ്റേഷനിലേക്ക്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞതുപോലെ 8 മണിക്ക് തന്നെ എത്തി. പക്ഷേ പോവേണ്ട സ്ഥലം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് പാലോട് ഇടിഞ്ഞാർ പോകുന്ന ബസ് കണ്ടത്. പാലോട് ഇറങ്ങാം, എന്നിട്ട് തീരുമാനിക്കാം എങ്ങോട്ട് പോകണമെന്ന്. അതിൽ കയറി 8:30-ക്ക് ബസ് തിരിച്ചു. ടിക്കറ്റ് എടുത്ത് 9:30-യോടെ പാലോടെത്തി. നല്ല വിശപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് വിചാരിച്ചു. ഹോട്ടലൊന്നും കണ്ടില്ല. അലഞ്ഞു തിരിഞ്ഞ് ഒരു ഹോട്ടൽ കണ്ടെത്തി. അവസാനം കിട്ടിയത് മുട്ടക്കറിയും ഇടിയപ്പവും. അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുളത്തുപുഴയിലുള്ള ഒരു ഫാം ഹൗസിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഒട്ടും താമസിക്കാതെ അവിടേക്കാണ് പോവേണ്ടതെന്ന് തീരുമാനിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് വളരെ മോശം. പിന്നെ വെളിയിലിറങ്ങി എൻ്റെ കുളത്തുപുഴയിലുള്ള ബന്ധുവിനെ വിളിച്ചു. എല്ലാം ചോദിച്ചു മനസ്സിലാക്കി. 10:30-യോടെ പാലോട് നിന്നും മടത്തറ ബസ് കയറി യാത്ര തുടങ്ങി. മടത്തറയിലെത്തുമ്പോൾ എന്തൊരു കാഴ്ച! കുന്നുകളും താഴ്വരകളും ചുറ്റി നിൽക്കുന്ന ഒരു ചെറിയ ബസ് സ്റ്റേഷൻ, പൂർണ്ണമായും പ്രകൃതിയുടെ നടുവിൽ. അവിടെ നിന്നും നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഒടുവിൽ 12 മണിയോടെ കുളത്തുപുഴയിൽ എത്തി. അവിടെ ബന്ധു കാത്തു നിന്നിരുന്നു. അവരുടെ കാറിൽ ഏകദേശം 6 കിലോമീറ്ററോളം ഫാം ഹൗസിലേക്ക്. മുഴുവൻ കാട്. വേനൽക്കാലം ആയതുകൊണ്ട് പച്ചപ്പ് കുറവായിരുന്നു. പക്ഷേ ഫീൽ അത് വേറെ ലെവൽ തന്നെയായിരുന്നു. ഫാം ഹൗസിന് മുകളിലെത്തി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫാം ഹൗസ് കണ്ടു. വളരെ മനോഹരമായ ഒരു ആംബിയൻസ് തന്നെയായിരുന്നു. കാർ അവിടേക്ക് നേരിട്ട് പോകില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തിയിട്ട് ഒരു ചെറിയ ട്രക്കിംഗ് ചെയ്യാം എന്ന് വിചാരിച്ചു. അതിന് നമ്മൾ 3 പേരും ഫാം ഹൗസിൽ എത്തി. ഫാം ഹൗസിനെത്തിയപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസ് വളരെ മനോഹരമായിരുന്നു. വേനൽക്കാലം അല്ലായിരുന്നു എന്ന് ആശിച്ചു പോയി. ബന്ധു നമ്മളെ അവിടെ പരിചയപ്പെടുത്തി തിരിച്ചു പോയി. JMS ഫിഷ് ഫാം ഹൗസ് എന്നാണ് പേര്. അവിടുത്തെ ആൾക്കാർ നമ്മളെ സ്വീകരിച്ച് ഒരു ഹട്ടിൽ വിശ്രമിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഭക്ഷണം എത്തി. അവിടെയുള്ള കുളത്തിൽ നിന്നുള്ള മീൻ ഫ്രൈ ചെയ്ത് കപ്പയും മീനും. മീന് ഫ്രൈ ചെയ്ത് അലങ്കരിച്ചിരിക്കുന്നത് തന്നെ കാണാൻ സുന്ദരം. കഴിച്ചപ്പോൾ പറയാനില്ല, കിടിലൻ ടേസ്റ്റ്. ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഫാം ഹൗസ് ഒന്ന് ചുറ്റിക്കണ്ടു. ഹോം സ്റ്റേയും ഫാമിൻ്റെ ആംബിയൻസും ഒക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തുകയും ഫോട്ടോയും എടുത്തു. അത് കഴിഞ്ഞ് ഫാം ഹൗസിൻ്റെ ഉടമയുമായും ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളും ഈ ഫാം ഹൗസിലേക്ക് ഒരു ദിവസം പോകാൻ കഴിയുമെങ്കിൽ പോവുക. വേനൽക്കാലം കഴിഞ്ഞതിന് ശേഷം പോകുന്നതായിരിക്കും നല്ലത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.